അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷാദ് കുരുവട്ടൂരി ഒരു ദിവസം അന്തരീക്ഷത്തെ മലിനമാക്കിക്കൊണ്ട് നിലവിളിക്കുകയുണ്ടായി, കാറുകയുണ്ടായി. അതെന്തിനാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടിപ്പോകും. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നൗഷാദ് കുരുവട്ടൂരിയെ വഹാബികൾ പുകഴ്ത്തുന്നതും അതിൽ നൗഷാദ് അഭിമാനിക്കുന്നതും നമുക്കൊന്ന് കേൾക്കാം. ഈ അടുത്ത് വഹാബി പ്രസ്ഥാനത്തിലേക്ക് പോയ ഒരു വ്യക്തിയാണ് നസീർ എന്ന് പറയുന്ന ഉസ്താദുമാരുടെ കുരുത്തക്കേട് മാത്രം സമ്പാദിക്കാൻ നൗഷാദിനെ പോലെ വിധിക്കപ്പെട്ട ഒരുത്തൻ. ഒരു കാലത്ത് നൗഷാദും നസീറും ഉറ്റ കൂട്ടുകാരായിരുന്നു. അവരായിരുന്നു ഉസ്താദുമാരുടെ ക്ലിപ്പുകൾ കട്ടുമുറിക്കുകയും ഉസ്താദുമാർ ഉദ്ദേശിക്കാത്തത് ഉസ്താദുമാരുടെ പേരിൽ വെച്ചുകെട്ടി പുറം ലോകത്ത് പ്രചരിപ്പിച്ചിരുന്നതും. അതിലായിരുന്നു നൗഷാദും നസീറും ആനന്ദം കണ്ടെത്തിയിരുന്നത്. ഉസ്താദുമാരുടെ ശാപമേറ്റ് വാങ്ങിയ, കുരുത്തക്കേട് ഏറ്റുവാങ്ങിയ നസീറും നൗഷാദും ഒടുവിൽ പേച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പേച്ച പ്രസ്ഥാനമായ വഹാബിസത്തിലേക്ക് നസീർ പോയപ്പോൾ പിഴച്ച കള്ളത്തൊരീക്കത്തിലേക്കാണ് നൗഷാദ് പോയത്. അതേ നസീർ തന്നെയാണ് വഹാബി സ്റ്റേജിൽ വെച്ചുകൊണ്ട് നൗഷാദ് കുരുവട്ടൂരിയെ പുകഴ്ത്തിപ്പാടിയത്. അതിന് വഹാബി പ്രസ്ഥാനത്തിന്റെ കയ്യടിയും നസീറിന് ലഭിക്കുകയുണ്ടായി. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇന്നലെ അബ്ദുൽ നസീർ അസ്ഹരിന്റെ ഒരു പ്രസംഗത്തിൽ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങളൊപ്പം പോരി. മറ്റേ കള്ളനെ കുറിച്ച്, കള്ളനായ നീ കളവ് പറയും വെച്ച് കെട്ടിയത് ശരിയായില്ല. നിങ്ങൾ ഈ കുരുവട്ടൂരിയാൾക്ക് മറുപടി പറഞ്ഞാൽ എത്തൂല. നസീറിന്റെ സപ്പോർട്ട് കുരുവട്ടൂരികളുമായി സംവദിച്ചാൽ എത്തുകയില്ല എന്നാണത്രേ നസീർ പറഞ്ഞിട്ടുള്ളത്. അതിൽ രോമാഞ്ച പുഞ്ചികനാകുകയാണ് നൗഷാദ് കുരുവട്ടൂരി. കുരുവട്ടൂരികളും വഹാബികളും പേർച്ച കക്ഷികളായപ്പോൾ അവർ ഘടകകക്ഷികളായിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. ഓര് പറയുന്നത് പണ്ടേ കിതാബിലുള്ളതാണ്. ഓര് പറയുന്നുണ്ടല്ലോ, ഏത് കാലത്തും മശായിഖന്മാരുണ്ടാവും, ആ മശായിഖന്മാരെ പിന്തുടർന്ന് ജീവിക്കണം, മശായിഖന്മാരെ നിർദ്ദേശത്തിൽ ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ പറയുന്നതൊക്കെ 1000 കൊല്ലം മുമ്പ് എഴുതിയ റിസാലത്തുൽ ഖുശൈരിയ പോലുള്ള കിതാബിലുണ്ട്. നൗഷാദെ, മശായിഖന്മാരുടെ നിർദ്ദേശമനുസരിച്ച് മശായിഖന്മാരെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം എന്ന് നീ പറഞ്ഞതിനെയാണോ ഞങ്ങൾ എതിർത്തത്? നിന്റെ കളവിനെ നസീർ സപ്പോർട്ട് ചെയ്യുകയാണ്. വഹാബികളും കുരുവട്ടൂരികളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. രണ്ടുപേർക്കുമുള്ളത് ഒരേ ആശയമാണ്. മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരമാണ്, അവരെ പിന്തുടർന്നുകൊണ്ടാണ് സമസ്ത രൂപീകൃതമായത് എന്നറിയാത്തവരല്ല ലോക മുസ്ലിമീങ്ങൾ. അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് കുരുവട്ടൂരികളും വഹാബികളും ഈ നട്ടാൽ മുളക്കാത്ത നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറിജിനലിനെ വെല്ലുന്ന വിധത്തിൽ ചില കള്ള ശൈഖന്മാരുണ്ട്. അവരെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല, അവരുടെ നിർദ്ദേശം അനുസരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ശൈഖിനെ പിന്തുടരാൻ പാടില്ലെന്നോ അവരുടെ നിർദ്ദേശം സ്വീകരിക്കാൻ പാടില്ലെന്നോ സുന്നി പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ല. സുന്നി പണ്ഡിതന്മാരുടെ പേരിൽ വഹാബികളും കുരുവട്ടൂരികളും ഒരുമിച്ചുകൊണ്ട് കളവ് പ്രചരിപ്പിക്കുകയാണ്. സുന്നികളുടെയും സുന്നി പണ്ഡിതന്മാരുടെയും ഒരു കാല് വഹാബി കൂടാരത്തിലും മറ്റേ കാല് കുരുവട്ടൂരി കൂടാരത്തിലുമല്ല. പച്ച നുണ പറയല്ല നൗഷാദെ. തൊഴിലൊക്കെ പറയുന്നത് തെറ്റാന്ന് പറയും ചെയ്യും, റിസാലത്തുൽ ഖുശൈരിയൊക്കെ ദർശനത്തും ചെയ്യും. രണ്ടും കൂടി എങ്ങനെ നടക്കുക? ഇവര് പറയുന്നത് പണ്ടേ ഈ കിതാബിലുള്ളതാണ്. കുരുവട്ടൂരികളെ എതിർക്കുന്നതും റിസാലത്തുൽ ഖുശൈരിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? കുരുവട്ടൂരികളുടെ ചില വാദങ്ങൾ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. അനല്ലാ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. അനല്ലാ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. സിഎം വലിയുള്ളാഹി അള്ളയാണെന്ന് സിഎം വലിയുള്ള പറഞ്ഞു എന്ന് പച്ച നുണ കുരുവട്ടൂരികൾ തട്ടിവിടുകയാണ്. ആ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് സിഎം വലിയുള്ളാഹി പടച്ചോനാണ്, അള്ളാഹു ആണ് എന്ന കുഫ്രിയത്ത് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്.
കുരുവട്ടൂരുകൾ. അതാണ് പിന്നീട് പാട്ടായി 2 ദിവസം മുമ്പ് പുറത്തിറങ്ങിയത്. വെച്ചോളൂ കുൻ ഫയകൂനിൽ കുൻ 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 ഹുവ 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 മടവൂര് ഹുവ 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 മടവൂര്. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ. ഏതെങ്കിലും വലിയനെ പടച്ചോനായി കാണണമെന്ന് റിസാലത്തുൽ ഖുശൈരിയിൽ പഠിപ്പിക്കുന്നുണ്ടോ? നൗഷാദ് കാണിച്ചു തരണം. ഇനി അടുത്ത വാദം കേൾക്കാം. അൽ കുത്തുബും അള്ളയും, അള്ളാഹ്ക്കും തദ്ബീറുണ്ട്, അൽ കുത്തുബിനുണ്ട്. അള്ളാഹ് അൽ കുത്തുബ്, ഈ അൽ കുത്തുബ് എന്ന് പറയുന്ന മഹാൻ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നവാഫിലും ഫറായിലൊക്കെ ചെയ്ത് മുന്നേറിയപ്പോ ഫർതഫഅത്തിൽ ഗൈരിയ. എന്താ ഗൈരിയത്ത്? ഗൈർ അല്ല. ഗൈർ പറഞ്ഞാൽ അള്ളാഹ് കുത്തുബ് രണ്ടുള്ളൂ. അപ്പൊ അള്ളാഹ് എന്നത് കുത്തുബിന്റെ ഗൈർ അല്ല, കുത്തുബ് എന്ന് അള്ളാന്റെ ഗൈറുമല്ല. ഗൈരിയത്ത് അതല്ലാത്തതാവുക എന്നത് നീങ്ങി. കേട്ടില്ലേ സഹോദരങ്ങളെ? അള്ളാഹു തന്നെയാണ് കുത്തുബ്, കുത്തുബ് തന്നെയാണ് അള്ളാഹ്. അപ്പോൾ കുരുവട്ടൂരുകൾ വിശ്വസിക്കുന്നത് കോമാട്ടുചാലിൽ അബ്ദുള്ളയും സിയം വലിയുള്ളാഹിയും അള്ളാഹു തന്നെയാണ്. ഇങ്ങനൊരു വാദം റൂഹുൽ ബയാനിലുണ്ടോ? ഇല്ല. റിസാലത്തുൽ ഖുശൈരിയിലുണ്ടോ? ഇല്ല. ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് തന്നെ കുരുവട്ടൂരുകളുടെ ആശയം പേച്ചതാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രന്ഥങ്ങൾ പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ കുരുവട്ടൂരി കള്ളത്വരീക്കത്തിലേക്കും വഹാബി ആശയത്തിലേക്കും പോകാത്തത്. ഇനി ബാക്കിയോട് കേൾക്കാം. ഞങ്ങൾ പറയുന്ന പോലെ പറയും. ഓലെന്താ പറയണേ? ഒരു റിസാലത്തുൽ ഖുശൈരി തന്നെ തെറ്റാന്നാ പറയുന്നത്. ഇമാം ഖുശൈരിക്ക് തെറ്റുപറ്റി, ഗസാലി ഇമാം പേച്ചുപോയി. ആകെ ശരിയുള്ള ആള് ഇബ്നു തൈമിയ്യ മാത്രാണ്. ഇതാണ് ഓല് പറയുന്നത്. വഹാബികൾ എന്താണ് പറയുന്നത് എന്ന് നൗഷാദ് തന്നെ പറഞ്ഞല്ലോ. ഈ വാദം ഞങ്ങൾക്കുണ്ടോ? പിന്നെ എന്തിനാണ് നൗഷാദ് നിന്നെ പോലത്തെ കള്ളന്മാരെ ചോദ്യം ചെയ്യുന്നതിന് ഞങ്ങൾ വഹാബികളാണെന്ന് പ്രചരിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ നീയല്ലേ വഹാബിയായിട്ടുള്ളത്? അതുകൊണ്ടല്ലേ നസീർ നിന്നെ പുകഴ്ത്തിപ്പാടുന്നത്? ആ പുകഴ്ത്തിപ്പാട്ടിൽ നീ അഭിമാനം കൊള്ളുന്നത്? റിസാലത്തുൽ ഖുശൈരിയിൽ പറഞ്ഞതുപോലെയാണോ? റൂഹുൽ ബയാനിൽ പറഞ്ഞതുപോലെയാണോ നീ വാദിക്കുന്നത്? അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ദേശിക്കാത്ത വാദം അവർക്കുണ്ടെന്ന് പ്രചരിപ്പിക്കാനാണ് നീ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ വഹാബികളെ പോലെ തള്ളിയവനാണ് നീ. നിന്റെ വാദം ഞങ്ങൾക്കുണ്ടെന്ന് പറയാൻ നാണമില്ലേ നൗഷാദെ? അപ്പൊ ഞാൻ പറഞ്ഞു കുരുവട്ടൂർ എന്ന് പറഞ്ഞ ഇന്നലത്തെ മയക്ക് മുളച്ചതല്ല. നൗഷാദ് ആ പറയുന്നത് ശരി തന്നെ, തീർത്തും ശരിയാ. പേരോട് പറഞ്ഞത് തെറ്റാണ്. പേരോട് വെറുതെ നൗഷാദിനെ ചീത്ത പറയാണ്. നസീറിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. ഇനി നൗഷാദിന്റെ വാക്കുകൾ കൂടി നിങ്ങൾ കേൾക്കുക. അതിനുശേഷം ഞാൻ പറയാം. അത് പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഇവരെ നമ്മൾ എതിർക്കുകയാണെങ്കിൽ ഈ റിസാലത്തുൽ ഖുശൈരി അടക്കമുള്ള ഇമാം ഖുശൈരിന്റെ കിതാബ് അടക്കം എതിർക്കണം. അല്ല, അതൊക്കെ റെഡിയാണ്. ഇവര് മാത്രം തെറ്റാന്ന് പറയാൻ പറ്റൂല. കാരണം അതിലുള്ളതാ ഇവര് പറയണത്. ഇത് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഓരോട് മുട്ടാൻ കഴിയൂല. കേട്ടല്ലോ സഹോദരങ്ങളെ? വഹാബിയായ നസീർ പറയുന്നതും കുരുവട്ടൂരിയായ നൗഷാദ് പറയുന്നതും ഒരേ വാദമാണ്. ഔലിയാക്കള് പടച്ചോനാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സൃഷ്ടികൾക്ക് അല്ലാഹു തആല കഴിവുകൾ വിട്ടുകൊടുത്തിരിക്കുന്നു. ആ വിട്ടുകൊടുത്ത കഴിവിൽ അള്ളാഹുവിന് യാതൊരു അധികാരവുമില്ല. മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ്. അതുപോലെ തന്നെ കുത്തുബും അള്ളയും ഒന്ന് തന്നെയാണ്. വഹാബികളുടെയും കുരുവട്ടൂരികളുടെയും ഈ വാദം റൂഹുൽ ബയാനിലും റിസാലത്തുൽ ഖുശൈരിയിലും ഉണ്ടെന്നാണ് വഹാബിയായ നസീറും കുരുവട്ടൂരിയായ നൗഷാദും ഒരുമിച്ച് പറയുന്നത്. ഞാൻ രണ്ടുപേരെയും വെല്ലുവിളിക്കുന്നു. വഹാബികളുടെയും കുരുവട്ടൂരികളുടെയും വാദം ആ 2 ഗ്രന്ഥങ്ങളിലും ഉള്ളതായി തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. ശേഷം നസീർ പുകഴ്ത്തുന്നതൊന്ന് കേൾക്കുക. പേരോടിനെ കൊണ്ട് കഴിയൂല. 2 സമസ്തക്കാർ കൂടി ഇരുന്ന് ഒന്നായിട്ട് കുത്തറാത്തി നടത്തിയാലും കാരണം ഈ കുരുവട്ടൂരിസ്റ്റുകളെ കയ്യിൽ ഇതുപോലെയുള്ള ഉരുപ്പു ചീട്ടുകളുണ്ട്. കേട്ടില്ലേ സഹോദരങ്ങളെ? പേരോട് ഉസ്താദിനോ സുന്നികൾക്കോ നൗഷാദിനോട് ഏറ്റുമുട്ടാൻ കഴിയില്ല, പരാജയപ്പെട്ടു പോകുമെന്നാണ് നൗഷാദിനെ നസീർ പുകഴ്ത്തുന്നത്. കാരണം വഹാബി ആശയമാണ് നൗഷാദിനുള്ളത്. അത് പണ്ടേയുള്ള വാദമാണ്.
അത് കിതാബുകളിലൊക്കെ ഉള്ള വാദമാണ് എന്ന പച്ച നുണ പ്രചരിപ്പിക്കുകയാണ് നസീർ ചെയ്യുന്നത്. അതിൽ അഭിമാനം കൊള്ളുകയാണ് നൗഷാദ്. വഹാബികളും കുരുവട്ടൂരികളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. നേരത്തെ നൗഷാദ് കുരുവട്ടൂരി പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും വഹാബികൾ പുകഴ്ത്തി പറയുന്നുണ്ട്. ഞാൻ വഹാബികൾക്ക് വേണ്ടി ഇത്ര കഠിനാധ്വാനം ചെയ്തിട്ടും എന്നെ വഹാബികൾ പുകഴ്ത്തി പറയുന്നില്ല എന്നൊരു പരാതിയായിരുന്നു നൗഷാദിനുണ്ടായിരുന്നത്. അതിനു വേണ്ടിയാണ് നൗഷാദ് നിലവിളിച്ചത്, നൗഷാദ് ഓരിയിട്ടത്. എന്നാൽ വഹാബികൾ പുകഴ്ത്തിയത് എന്തിനായിരുന്നു? അതൊന്ന് കേൾക്കാം. നമ്മൾക്കൊരാൾ ബിംബം വെച്ചിട്ട് മരം വെട്ടാൻ ആള് വേണം. വിഗ്രഹമേ വന്ന് മരം വെട്ടു എന്നല്ല പറയാ. അതല്ലെങ്കിൽ കബറാളിടുക്കൽ പോയിട്ട് അതെ എനിക്ക് ഒരു കാവൽക്കാരനെ വേണം, എങ്ങനെ എന്റെ ഒരു സെക്യൂരിറ്റി എന്റെ വീടിന് മുൻ നിർത്തണം, നിങ്ങൾ വന്നാൽ 15,000 മാസം ശമ്പളം തരാം എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ ജാറത്തിൽ പോകുന്നത്. നേരെ മറിച്ച് നിങ്ങൾ അവിടെ തേടും എന്ത്? ഇമ്മാ തലബല്ലിന ഫിഹി, അഭൗതികമായ ഉപകാരം. മനസ്സിലാക്കണം, ഭൗതികമായ നിലക്കല്ല, മനുഷ്യന്റെ കൈക്ക് നടക്കുന്നതല്ല. എന്നിട്ട് ഇപ്പൊ ജിന്ന് ഭൗതികോ അഭൗതികോ ഒക്കെ ഇവരുണ്ടാക്കിയ ചർച്ച അഭൗതികാണെന്ന് പറഞ്ഞു കുടുങ്ങി. അതെ, ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? ഭൗതിക അഭൗതികം ഒന്നും അള്ളി റസൂലും പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ നിങ്ങൾ ഈ ചർച്ച കൊണ്ടുവന്നത്? നിങ്ങളല്ലേ ഈ ചർച്ച ഉണ്ടാക്കിയത്? നിങ്ങളെല്ലാരും പാടി കുത്തി തിരിപ്പുണ്ടാക്കിയത്. ഭൗതികം അഭൗതികം പറഞ്ഞ അതൊക്കെ മലയാള വാക്കുകളാ. ഖുർആനിലുണ്ടാവോ? കേട്ടില്ലേ സഹോദരങ്ങളെ? വഹാബികളുടെ വാദമാണ് അഭൗതികമായ നിലക്ക് അള്ളാഹുവിന് മാത്രമേ സഹായിക്കാൻ കഴിയുള്ളൂ, ഭൗതികമായ നിലക്ക് അള്ളാഹു അല്ലാത്തവർക്കും സഹായിക്കാം. ഈ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് ഉസ്താദുമാര് പറഞ്ഞു, അഭൗതികവും ഭൗതികവും എന്ന ഒരു കാര്യം തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അഭൗതികവും ഭൗതികവുമായി ശിർക്കിനും തൗഹീദിനും യാതൊരു ബന്ധവുമില്ല എന്ന് പഠിപ്പിച്ചിരുന്നു. അന്ന് വഹാബികൾ അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല കളിയാക്കി. എന്നാൽ വഹാബികൾ ഇന്ന് സുന്നി ആശയം അംഗീകരിച്ചിരിക്കുകയാണ്. ഭൗതികവും അഭൗതികവും ഒക്കെ വഹാബികൾ ഉണ്ടാക്കിയതാണ്, അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. വഹാബികൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. പേരോട് ഉസ്താദിന് കസേരയിട്ടിരുന്ന ഹുസൈൻ സലഫി എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കാനായിരുന്നു. അതിനെ പുകഴ്ത്തിയതായി വരുത്തി തീർത്തുകൊണ്ട് നൗഷാദ് പൊട്ടിക്കരയാൻ തുടങ്ങി. വഹാബി ആശയമായ കുരുവട്ടൂരി ആശയവും പണ്ടേ ഉള്ളതാണെന്ന്, അതൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നൗഷാദ് കുരുവട്ടൂരിയും നസീർ വഹാബിയും ചെയ്തിട്ടുള്ളത്. വഹാബിസവും കുരുവട്ടൂരിസവും നാടിനാപത്താണ്. അവരെ പേറിയാൽ ദുനിയാവിനും നാറും ആഖിറത്തിനും നാറും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.